വീണ്ടും വാർത്തകളിലേക്ക്. കമ്മ്യൂണിസത്തിനെതിരായി തന്റെയും മകന്റെയും പേരിൽ പ്രചരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റുമായി ഒരു ബന്ധവുമില്ലെന്ന് നടൻ ശ്രീനിവാസൻ. ഫേസ്ബുക്ക് പോസ്റ്റ് വ്യാജമാണെന്നും വിഷയത്തിൽ സൈബർ സെല്ലിന് പരാതി നൽകുമെന്നും ശ്രീനിവാസൻ പറഞ്ഞു. കമ്മ്യൂണിസത്തിനെതിരായി ഒന്നും പറഞ്ഞിട്ടില്ല. തന്റെ പേരിൽ ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉള്ളതായി സുഹൃത്ത് പറഞ്ഞാണ് അറിഞ്ഞതെന്നും ശ്രീനിവാസൻ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റായി ജീവിക്കണമെന്ന് അച്ഛൻ ആദ്യം പറഞ്ഞെന്നും എന്നാൽ കാലം മാറിയപ്പോൾ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് ആകരുതെന്ന് അച്ഛൻ ഉപദേശിച്ചിരുന്നതായും വിനീത് ശ്രീനിവാസൻ പറയുന്ന തരത്തിലാണ് ആദ്യത്തെ പോസ്റ്റ്. കമ്മ്യൂണിസം ഇന്ന് പാവങ്ങളെ പറ്റിച്ച് ചിലർക്ക് ജീവിക്കാനുള്ള വെറും ചൂണ്ട മാത്രമാണെന്നും പാവങ്ങൾ അതിൽ കൊത്തി അതിൽ കുരുങ്ങുകയും നേതാക്കൾ അത് ആഹാരമാക്കുകയും ചെയ്യുന്നതായി ശ്രീനിവാസൻ പറയുന്ന തരത്തിലാണ് അടുത്ത കുറിപ്പ്. എന്നാൽ താൻ ഒരിക്കലും മക്കൾക്ക് ഇത്തരത്തിലൊരു ഉപദേശം നൽകില്ലെന്നും ഈ രാഷ്ട്രീയ നിലപാടല്ല തന്റേതെന്നും ശ്രീനിവാസൻ പറഞ്ഞു. തന്റെ അഭിപ്രായത്തിന്റെ പേരിൽ ആർക്കെങ്കിലും പ്രകോപനമുണ്ടായാൽ അതിനു മറുപടി പറയാൻ തനിക്കറിയാമെന്നും എന്നാൽ ഇക്കാര്യം താൻ പറഞ്ഞതല്ലെന്നും ശ്രീനിവാസൻ പറയുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണ കുതന്ത്രമാവാം ഇതെന്നും അതിന് തന്നെ കരുവാക്കരുതെന്നും ശ്രീനിവാസൻ പറഞ്ഞു. പരസ്പരം പുഞ്ചിരിക്കാൻ മോഹൻലാലിന്റെ ഹ്രസ്വചിത്രം. മനോഹരമായൊരു പുഞ്ചിരി ആരാണ് കൊതിക്കാത്തത്? മനം നിറഞ്ഞുള്ള പുഞ്ചിരി ആരിലാണ് നവോന്മേഷം പകരാത്തത്? തിരക്കേറിയ ജീവിതത്തിൽ പരസ്പരമുള്ള പുഞ്ചിരി നമ്മൾ മറന്നു പോവുകയല്ലേ? നമ്മുടെ ചുണ്ടിൽ നിന്ന് മുതിരുന്ന ഒരു നേർത്ത പുഞ്ചിരി മറ്റൊരാളിൽ സന്തോഷമുണ്ടാക്കുമെങ്കിൽ അതെന്തിനാണ് നമ്മൾ വേണ്ടെന്ന് വയ്ക്കുന്നത്? അയാളിൽ നിന്നും ഒരു മറുപുഞ്ചിരി തിരികെ ഉണ്ടാവുമെന്നത് തീർച്ച. ഇങ്ങനെ പരസ്പരമുള്ള പുഞ്ചിരിയുടെ മനോഹാരിതയും പ്രാധാന്യവും സുന്ദരമായി ആവിഷ്കരിച്ചിരിക്കുകയാണ് രമേശ് പിഷാരടി നിർമ്മിച്ച് ഹരി പി നായർ സംവിധാനം ചെയ്തിരിക്കുന്ന പുഞ്ചിരിക്കൂ പരസ്പരം എന്ന ഹ്രസ്വചിത്രം. പ്രിയതാരം മോഹൻലാലിനൊപ്പം രഞ്ജി പണിക്കർ, രമേശ് പിഷാരടി, ആശ അരവിന്ദ്, പേളി മാണി, ധർമ്മജൻ തുടങ്ങിയ പ്രമുഖ താരങ്ങൾ ഈ ഹ്രസ്വചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ഓരോ മുഖത്തും പുഞ്ചിരി നിറയട്ടെ, ഓരോ നിമിഷവും സന്തോഷഭരിതമാവട്ടെ, പുഞ്ചിരിക്കൂ പരസ്പരം എന്ന മോഹൻലാലിന്റെ സന്ദേശവാക്യത്തോടുകൂടിയാണ് ഈ ഹ്രസ്വചിത്രം അവസാനിക്കുന്നത്. മമ്മൂട്ടിയാണ് ഈ ചിത്രം പ്രകാശനം ചെയ്തത്. ഓരോ മുഖത്തും പുഞ്ചിരി നിറയട്ടെ, ഓരോ നിമിഷവും സന്തോഷഭരിതമാകട്ടെ, പുഞ്ചിരിക്കൂ പരസ്പരം. ഒക്ടോബറിൽ രാജ്യത്ത് കാർ വിൽപ്പനയിൽ കമ്പനികൾക്ക് മികച്ച വിൽപ്പന നേട്ടം. കടന്നുപോയ ഒക്ടോബർ രാജ്യത്തെ കാർ കമ്പനികൾക്ക് മികച്ച വിൽപ്പന നേട്ടമാണ് സമ്മാനിച്ചത്. 20 മുതൽ 75% വരെ വിൽപ്പന ഇക്കാലയളവിൽ കൂടിയതാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിൽ മാരുതിക്കും ഹ്യുണ്ടായിക്കും ഏറ്റവും മികച്ച മാസം കൂടിയായിരുന്നു കടന്നുപോയ ഒക്ടോബർ. പ്രധാന കമ്പനികളെല്ലാം പോയ മാസം മെച്ചപ്പെട്ട കച്ചവടമാണ് സമ്മാനിച്ചത്. മാരുതി സുസുക്കിക്ക് 25% വിൽപ്പന വർധനവാണ് ഒക്ടോബറിൽ നേടാനായത്. 1,34,206 യൂണിറ്റ് കാറുകളാണ് വിൽപ്പന നടത്തിയത്. മാരുതിക്ക് ആഭ്യന്തര കാർ വിൽപ്പന 24.7% ഉയർന്നു. 1,21,603 യൂണിറ്റ് കാറുകളാണ് ഒക്ടോബറിൽ വിൽപ്പന നടത്തിയത്. മുൻവർഷം ഇതേ മാസത്തിൽ 97,069 കാറുകളാണ് വിറ്റത്. ഹോണ്ടയ്ക്ക് ഒക്ടോബറിൽ 52% വിൽപ്പന വർധന നേടാനായി. 20,166 യൂണിറ്റ് കാറുകൾ വിറ്റു. കഴിഞ്ഞ വർഷം ഇതേ മാസം 13,242 കാറുകളായിരുന്നു വിറ്റത്. ഹ്യുണ്ടായി കമ്പനി 23.7% വിൽപ്പന വർധനമുണ്ടാക്കി. ആഭ്യന്തര വിൽപ്പന 47,015 യൂണിറ്റായി ഉയർന്നു. 38,010 യൂണിറ്റായിരുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ. ഫോർഡ് ഇന്ത്യയ്ക്ക് 75.58% വിൽപ്പന കൂടിയിട്ടുണ്ട്. 20,420 യൂണിറ്റാണ് ഒക്ടോബറിലെ വിൽപ്പന. ആഭ്യന്തര വിൽപ്പന 49% ഉയർന്ന് 10,008 യൂണിറ്റുകൾ ഒക്ടോബറിൽ വിൽപ്പന നടന്നു. മഹീന്ദ്രയ്ക്ക് 21% വർധനവുണ്ടായി.
48,815 യൂണിറ്റ് കാറുകളാണ് ഇക്കഴിഞ്ഞ മാസം വിറ്റത്. ടാറ്റ മോട്ടോഴ്സിന് 11% വിൽപ്പന കൂടുകയും ചെയ്തു. 12,798 യൂണിറ്റ് കാറുകളാണ് ഒക്ടോബറിൽ ആഭ്യന്തര വിപണിയിൽ വിറ്റഴിച്ചത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 7.5% വളർച്ച കൈവരിക്കുമെന്ന് റിപ്പോർട്ട്. മൂഡീസ് ഇൻവെസ്റ്റേഴ്സ് സർവീസിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 7.5% വളർച്ച കൈവരിക്കുമെന്ന് പറയപ്പെടുന്നു. കഴിഞ്ഞ ദശകത്തിൽ ശരാശരി 7.7% വളർച്ച നേടിയ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ലോകത്തു തന്നെ മികച്ചതായിരുന്നു. 2004-2015 സാമ്പത്തിക വർഷങ്ങളിൽ സ്വീകരിച്ച നടപടികൾ കൂടുതൽ ആഗോള നിക്ഷേപത്തിന് സഹായകമായെന്നും മൂഡീസ് ചൂണ്ടിക്കാട്ടുന്നു. അടുത്ത സാമ്പത്തിക വർഷം ഇന്ത്യ നേരിയ വളർച്ച കൈവരിക്കുമെന്നും മൂഡീസ് പറഞ്ഞു. പ്രമേഹത്തിനും പ്രഷറിനും വില കുറഞ്ഞ മരുന്ന് വിപണിയിലെത്തുന്നു. പ്രമേഹം, ഹൈപ്പർടെൻഷൻ, ന്യൂമോണിയ എന്നിവയ്ക്കുള്ള വില കുറഞ്ഞ മരുന്ന് ദീപാവലി മുതൽ വിപണിയിൽ ലഭിക്കും. 18 ഇനം അവശ്യമരുന്നുകളുടെ വിലയാണ് ദേശീയ ഔഷധ വില നിർണയ അതോറിറ്റി വെട്ടിക്കുറച്ചിരിക്കുന്നത്. ഇവയെ വില നിയന്ത്രിത മരുന്നുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സിംബൺ, മെർക്ക്, ഫ്രാങ്കോ ഇന്ത്യൻ, അലംബിക് ഫാർമ, യൂണിക്കം തുടങ്ങിയ കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന മരുന്നുകളാണിവ. ഇവ വില കുറച്ച് വിറ്റില്ലെങ്കിൽ കമ്പനി അധികം ചുമത്തുന്ന തുകയും പലിശയുമടക്കം സർക്കാരിൽ അടക്കേണ്ടി വരും. ഈ മരുന്നുകളുടെ ഉൽപ്പാദനവും വിൽപ്പനയും നിർത്താൻ കമ്പനികൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് 6 മാസം മുൻപ് സർക്കാരിൽ അറിയിക്കണമെന്ന് വില നിർണയ അതോറിറ്റി അറിയിച്ചു. നിയന്ത്രണങ്ങൾ വഴി അവശ്യമരുന്നുകൾ വില കുറച്ച് കിട്ടുമെന്ന് മാത്രമല്ല, വില കുറഞ്ഞ മരുന്നുകൾ വേറെ പേരിലും പുതിയ ചേരുവകൾ ചേർത്തും ചെറിയ മാറ്റങ്ങളോടെയും പുറത്തിറക്കുന്നത് തടയാനും സാധിക്കും. ഇപ്പോൾ 700-ലേറെ മരുന്നുകളാണ് വില നിയന്ത്രിത ഔഷധങ്ങളുടെ പട്ടികയിലുള്ളത്. പട്ടിക വിപുലമാക്കാനുള്ള ആലോചനയിലാണ് കേന്ദ്ര സർക്കാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വോട്ടിംഗ് യന്ത്രങ്ങൾ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഇനി 4 നാൾ കനത്ത പോലീസ് കാവൽ. മധ്യ കേരളത്തിലെ 7 ജില്ലകളിൽ കൊട്ടിക്കലാശം. വോട്ടെടുപ്പ് വ്യാഴാഴ്ച. പ്രമേഹത്തിനും പ്രഷറിനും വില കുറഞ്ഞ മരുന്ന് വിപണിയിലെത്തുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.